CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിനു ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45ഓടെയാണ് ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അതേസമയം പാസഞ്ചറിന്റെ സമയം 1 മണിക്കൂർ വൈകി പുനഃക്രമീകരിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുയർന്നു. ചേറ്റുവ അഴിമുഖത്ത് ഫൈബർ വഞ്ചിയിൽ നിന്നും കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. എങ്ങണ്ടിയൂർ ഏത്തായി കരിപ്പയിൽ വീട്ടിൽ 53 വയസ്സുള്ള വിജീഷിനെയാണ് കടലിൽ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. കഴിഞ്ഞ ദിവസം രാത്രി നടയടയ്ക്കുന്നതുവരെ 245 വിവാഹങ്ങൾ ഷീട്ടാക്കി. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. പ്രസിദ്ധമായ കൂനമുച്ചി സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ ഈ വർഷത്തെ തിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. കോട്ടപ്പടിയിലും തൊഴിയൂരിലുമായി കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര സ്വദേശി സതീഷ് എന്ന റഫീഖ്, തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി റഫീഖിനെ അറിയിച്ചതിനാണ് മറ്റു 2 പേരെ പ്രതി ചേർത്തത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓർത്തഡോക്സ് കൺവെൻഷന് സെന്റ് ജോൺസ് ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിലെ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ നഗറിൽ തുടക്കമായി. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് തെക്കുമുറി സ്വദേശി മാനമ്പുള്ളി വീട്ടിൽ മോഹനന്റെ മകൻ ശ്രീജിത്തിനെയാണ് പിടികൂടിയത്. 2023 എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് തടവിലിരിക്കെ കോടതിയിൽ നിന്നും ജാമ്യം നേടി ഇറങ്ങി മുങ്ങിയതാണ് പ്രതി. ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. കണ്ടാണശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അജ്ഞാതനെ കടലിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ബീച്ചിൽ മൃതദേഹം കരയ്ക്കടിഞ്ഞത്. കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച വിജയതീരം തേടി വിദ്യാഭ്യാസ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഘുഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കമായി. ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ബ്രൗഷർ പ്രകാശനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത് തരകൻ പ്രകാശനം നിർവഹിച്ചു. ഇരിങ്ങപ്പുറം SMUP സ്കൂൾ 112ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും വർണ്ണാഭമായി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടെ സ്കൂൾ വാർഷികാഘോഷം നടന്നത്. കടവലൂർ കൊരട്ടിക്കരയിൽ മിനി ലോറി മറിഞ്ഞ് അപകടം. ലോറിയിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് കൂട്ടിയിട്ടിരുന്ന മൺതിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡിൽ മറിയുകയായിരുന്നു. വേലൂർ വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ആരംഭം കുറിച്ച് കൊടിയേറ്റം നടന്നു. ജനുവരി 29, 30, 31 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ചെമ്മന്തിട്ട പെട്രോൾ പമ്പിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി മണ്ടോത്തിങ്കൽ വീട്ടിൽ ശബരിനാഥ്, ഒറീസ സ്വദേശി സംസാർ ഡൂലിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും തിരുനാൾ ജനുവരി 30, 31 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 58ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.